ബ്രിങ് ഹർ ബാക്ക് എന്ന് പറഞ്ഞൊരു പടം കണ്ടു. ഇത് A24 പ്രൊഡക്ഷനിൽ വരുന്ന ഒരു പടമാണ്. A24നെ പറ്റി പറയാൻ എനിക്ക് ഓൾറെഡി അറിയായിരിക്കും. അതായത് ഫ്രഷ് കോൺസെപ്റ്റും അവരുടെ ഫ്രഷ് ഐഡിയാസ് ഒക്കെ തരുന്ന സിനിമകളായിരിക്കും അധികം. സോ എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഡക്ഷൻ കമ്പനിയാണ്. അവരുടെ സിനിമകളൊക്കെ അധികം ഞാൻ കാണലുണ്ട്. കഴിഞ്ഞ വർഷം ടോക്ക് ടു മീ എന്നൊരു പടം ഇറക്കിയിട്ടുണ്ട്. അത് ആ ഒരു വർഷത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി തന്നെ ആയിട്ടുണ്ടായിരുന്നു. സോ ഏകദേശം അതിൻ്റെ ഒരു സെയിം വൈബ് തന്നെയാണ് ഈ സിനിമയിലേക്കും വരുന്നത്. ബ്രിങ് ബാക്ക് ടു മീയിൽ വരികയാണെങ്കിൽ ഒരു ഫ്രഷ് കോൺസെപ്റ്റിനെ അതിനകത്ത് ചർച്ച ചെയ്തത്. അതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാൻ ഭയങ്കര രസമാണ്. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടൊരു ക്ലീഷേ ഹൊറർ മൂവീസ് ഒക്കെ ഉണ്ടാവില്ലേ, അതേപോലെയല്ല, അതൊരു ഫ്രഷ് പരിപാടിയാണ്. സോ അതുകൊണ്ട് ഇതിനകത്തുള്ള ഒരു കൂടുതൽ കാര്യങ്ങളൊന്നും അറിയാണ്ട് സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. സോ ഇതൊരു ഹൊറർ മിസ്റ്ററി ത്രില്ലർ ആ ഒരു മോഡിൽ പോകുന്ന സിനിമയാണ്. ഒരു സസ്പെൻസ് ഒക്കെ നിലനിർത്തിയിട്ടാണ് പോകുന്നത്. ഏകദേശം ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്കും ഒരു ബോഡി ഹൊറർ എന്ന് പറയുന്ന രീതിയിലേക്ക് ഒരു സാധനം പോകുന്നുണ്ട്. ക്ലൈമാക്സ് ഒക്കെ പീക്കാണ്. ആ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ മിഡിൽ പോർഷനിലേക്ക് ഇങ്ങനെ കടക്കാൻ പഠിച്ച് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അതായത് സിനിമ മൊത്തത്തിലൊരു സ്ലോ ബേൺ പരിപാടിയാണ്. സോ ഫസ്റ്റൊക്കെ ആ ഒരു ക്യാരക്ടേഴ്സിലൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പിന്നെ അവരങ്ങനെ ആ സ്ഥലത്ത് എത്തിപ്പെടുന്നു. പിന്നെ നടക്കുന്ന സംഭവങ്ങൾ മിസ്റ്ററി ഒക്കെ മെല്ലെ റിവീൽ ചെയ്തിട്ടാണ് സിനിമ പോകുന്നത്. സോ ആ ഒരു മിസ്റ്ററി റിവീലേഷൻ ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പടം ഇപ്പോൾ ഡിജിറ്റലി അവൈലബിൾ ആയിട്ടുണ്ട്. തിയേറ്റേഴ്സിനൊന്നും ഇവിടെ ഇറങ്ങിയിട്ടില്ലാന്ന് തോന്നുന്നു. ഇത് ഭയങ്കര ഒരു ഹൈപ്പ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, കണ്ടിരിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഡിസ്റ്റർബിംഗ് തന്നെയാണ് പടം. അത്യാവശ്യം നല്ല ഡിസ്റ്റർബിംഗ് തന്നെയാണ്. ചില സീക്വൻസ് ഒക്കെ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാവും. അതൊന്നും പറഞ്ഞില്ല. അത് കത്തിനൊക്കെ ഒരു സീനുണ്ട്, അതൊക്കെ ഭയങ്കര ഡിസ്റ്റർബിംഗ് തന്നെയായിരുന്നു. സോ ഇങ്ങനത്തെ ഡിസ്റ്റർബിംഗ് പടമൊക്കെ കണ്ട് ശീലമുള്ളവർക്ക് ചിലപ്പോൾ ഇത് പുത്തരിയായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനത്തെ അധികം ജോണർ, അതായത് A24ൻ്റെ അധികം മൂവീസ് ഒക്കെ കാണാണ്ട് ഫ്രഷ് ആയിട്ട് കാണുന്നവർക്ക് ചിലപ്പോൾ ഇത് ഭയങ്കര മൂവി ആയിട്ട് ഇങ്ങനെ ഫീൽ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പടം. കിട്ടുന്ന പടം തന്നെയാണ്. ഒരു ഫ്രഷ് കോൺസെപ്റ്റ് ഒക്കെ ഉള്ളതിനെ കൊണ്ട് കണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. അതിൻ്റെ ഒരു റിച്വലിസ്റ്റിക് പരിപാടിയൊക്കെ അതിൻ്റെ അകത്ത് വരുന്നതാണ്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, സ്പോയിലർ ആയിപ്പോവും. സോ കുറേ നല്ലൊരു വയലന്റ് കണ്ടന്റ് ഒക്കെ ഉണ്ട്. A24 പ്രൊഡക്ഷൻ്റെ മുന്നത്തെ ടോക്ക് ടു മീ ഒക്കെ പോലെ തന്നെ അതേ ഒരു സെയിം പാറ്റേണിൽ ഫോളോ ചെയ്യുന്നുണ്ട്. പക്ഷേ ഏകദേശം അതിൻ്റെ ഒരു വൈബ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യും. എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ ഒരു വർഷത്തെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ഹൊറർ മൂവി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഈ ബ്രിങ് ബാക്ക് ടു മീ എന്ന സിനിമ. സോ കണ്ടിട്ടില്ലാത്ത എന്തായാലും കണ്ടോക്കാൻ നിങ്ങൾക്ക് പറയാം. നല്ലൊരു ഫ്രഷ് കോൺസെപ്റ്റുള്ള ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു പടം തന്നെയാണ്. സോ A24ൻ്റെ ഒരു അടുത്തൊരു കിടിലം പടം എന്ന് എനിക്ക് പറയാനുള്ളൂ.